Good morning, children. How are you? I hope all of you fine and safe there. Welcome to our English class. Do you like English story? Yes. Do you remember the last class? Who are the main characters of the story? Yes. യാസോക്കി-ചാൻ and ടോട്ടോ-ചാൻ. നമ്മുടെ കഥയിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? ടോട്ടോ-ചാനും യാസോക്കി-ചാനും. ടോട്ടോ-ചാന്റെയും യാസോക്കി-ചാന്റെയും കഥയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്, അല്ലേ? യാസോക്കി-ചാൻ ഒരു വയ്യാത്ത കുട്ടിയാണ്. കൊച്ചു ടോട്ടോ തന്റെ പോളിയോ ബാധിച്ച സുഹൃത്തായ യാസോക്കി-ചാനെ മരത്തിലേക്ക് കയറ്റാനുള്ള പ്രയത്നത്തിലാണ്. ഇതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. യാസോക്കി-ചാന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് മരത്തിന്റെ മുകളിൽ ഒന്ന് കയറണം, എന്നിട്ട് കാഴ്ചകളൊക്കെ കാണണം എന്നുള്ളത്. They are trying to climb a tree. യാസോക്കി-ചാനും ടോട്ടോ-ചാനും മരത്തിന്റെ മുകളിലേക്ക് കയറാനുള്ള ശ്രമത്തിലാണ്, അല്ലേ? Why did not യാസോക്കി-ചാൻ climb the tree? Yes. യാസോക്കി-ചാൻ ശാരീരിക പരിമിതിയുള്ള കുട്ടിയാണല്ലേ. അതുകൊണ്ട് തന്നെ യാസോക്കി-ചാന് മരത്തിന് മുകളിൽ കയറാൻ പ്രയാസമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ തന്ന ഹോംവർക്ക് എല്ലാവരും ചെയ്തോ? വെരി ഗുഡ്. Today we are discuss about the story of struggle. It is a very interesting. What is the meaning of struggle? സ്ട്രഗിൾ എന്ന് വെച്ചാൽ എന്താണ്? കഠിന പ്രയത്നം. നമുക്ക് പ്രയത്നിച്ചാൽ നേടാൻ കഴിയാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല, അല്ലേ? Do you help your friends? നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ സഹായിക്കാറുണ്ടോ? ഗുഡ്. എല്ലാവരും സഹായിക്കാറുണ്ട്, അല്ലേ? ഓക്കെ. Let us discuss our first paragraph. The struggle. Toto-chan jumped onto the fork, but she couldn't get Yasuki-chan onto the tree from the step ladder. She wanted so badly to have Yasuki-chan onto her tree. She wanted to show him all sorts of things. Clutching the step ladder, Yasuki-chan looked at Toto-chan. She suddenly felt like crying. But she didn't cry. She feared that if she did, Yasuki-chan might start crying too. She took hold of his hand. It was bigger than hers, and his fingers were longer too. They were all stuck together because of the polio. She held his hand for a long time. Then she said, "Lie down. I will try to pull you over."
ടോട്ടോ-ചാൻ jumped on the fork. ടോട്ടോ-ചാൻ മരത്തിലേക്ക് ചാടിക്കയറി. യാസോക്കി-ചാൻ കയറിയോ? ഇല്ല. But she couldn't get Yasaki-chan onto the tree from the step ladder. എന്നിട്ടോ കൊച്ചു ടോട്ടോ യാസോക്കി-ചാനെ മരത്തിലേക്ക് കയറ്റാനുള്ള ശ്രമത്തിലാണ്, അല്ലേ? ടോട്ടോ-ചാൻ യാസോക്കി-ചാനെ എങ്ങനെയാണ് മരത്തിലേക്ക് കയറ്റുന്നത്? സ്റ്റെപ്പ് ലാഡർ ഉപയോഗിച്ച്, അല്ലേ? വാട്ട് ഈസ് സ്റ്റെപ്പ് ലാഡർ? എന്താണ് സ്റ്റെപ്പ് ലാഡർ? കൂട്ടുകാർ കണ്ടിട്ടുണ്ടോ? മുകളിലുള്ള സാധനങ്ങൾ എടുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് സ്റ്റെപ്പ് ലാഡർ. പക്ഷേ നമ്മുടെ യാസോക്കി-ചാനെ മരത്തിന് മുകളിലേക്ക് കയറ്റാൻ ടോട്ടോ-ചാന് കഴിയുന്നുണ്ടോ? ഇല്ല. യാസോക്കി-ചാൻ ഒരു വയ്യാത്ത കുട്ടിയാണല്ലേ. അതുകൊണ്ട് തന്നെ മരത്തിൽ കയറാൻ വളരെ പ്രയാസമാണ്. She wanted so badly to have Yasaki-chan onto her tree. നമ്മുടെ കൊച്ചു ടോട്ടോയ്ക്ക് യാസോക്കി-ചാനെ മരത്തിന്റെ മുകളിലേക്ക് കയറ്റാൻ ആഗ്രഹമുണ്ട്, പക്ഷേ കഴിയുന്നില്ല. She wanted to show him all sorts of things. യാസോക്കി-ചാനെ മരത്തിന് മുകളിൽ എത്തിച്ച് മരത്തിന്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു കൊടുക്കണമെന്നാണ് നമ്മുടെ കൊച്ചു ടോട്ടോയുടെ ആഗ്രഹം. Clutching the step ladder, Yasaki-chan looked Toto-chan. നമ്മുടെ യാസോക്കി-ചാൻ എന്ത് ചെയ്യുകയാണ്? സ്റ്റെപ്പ് ലാഡറിൽ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ ടോട്ടോ-ചാനെ മുകളിലേക്ക് നോക്കി നിൽക്കുകയാണ്, അല്ലേ? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ക്ലച്ചിങ്? യെസ്, ക്ലച്ചിങ് മീൻസ് മുറുകെ പിടിക്കുക. She suddenly felt like crying. പെട്ടെന്ന് എന്ത് സംഭവിച്ചു? നമ്മുടെ കൊച്ചു ടോട്ടോ-ചാന് കരച്ചിൽ വന്നു. പക്ഷേ നമ്മുടെ ടോട്ടോ-ചാൻ കരഞ്ഞോ? ഇല്ല. But she didn't cry. എന്തിനാണ് ടോട്ടോ-ചാന് കരച്ചിൽ വന്നത്? യെസ്, യാസോക്കി-ചാന്റെ നിസ്സഹായത കണ്ടിട്ട്, അല്ലേ? She feared that if she did, Yasaki-chan might start crying too. എന്നാൽ തന്റെ സങ്കടം കണ്ട് യാസോക്കി-ചാൻ കരയുമോ എന്ന് നമ്മുടെ കൊച്ചു ടോട്ടോ ഭയപ്പെട്ടു. അതുകൊണ്ടാണ് ടോട്ടോ-ചാൻ കരയാതിരുന്നത്. Let's see. She took hold of his hand. കൊച്ചു ടോട്ടോ-ചാൻ നമ്മുടെ യാസോക്കി-ചാന്റെ കയ്യിൽ മുറുകെ പിടിച്ചു. എന്നിട്ടോ ഇറ്റ് വാസ് ബിഗർ ദാൻ ഹിസ് ആൻഡ് ഹിസ് ഫിംഗേഴ്സ് വർ ലോങ്ങർ ടു. യാസോക്കി-ചാന്റെ കൈകൾ ടോട്ടോ-ചാന്റെ കൈകളെക്കാളും വലുതായിരുന്നു. യാസോക്കി-ചാന്റെ വിരലുകളോ നല്ല നീളമുള്ളതായിരുന്നു. They were all stuck together because of polio. She held his hand for a long time. യാസോക്കി-ചാന്റെ വിരലുകളെല്ലാം ഒട്ടിച്ചേർന്ന പോലെ അഥവാ സ്തംഭനാവസ്ഥയിലായിരുന്നു. ടോട്ടോ-ചാൻ അവന്റെ കയ്യിൽ കുറേ സമയത്തേക്ക് പിടിച്ചിരുന്നു. Then she said, "Lay down. I will try to pull you over." നമ്മുടെ ടോട്ടോ-ചാൻ പറഞ്ഞു, നിന്നെ ഞാൻ എങ്ങനെയെങ്കിലും മരത്തിന്റെ മുകളിൽ എത്തിക്കാം. May I ask a question? Question number 1. Toto-chan felt like crying, but she did not cry. Why? She couldn't bring him on to the tree. She felt like crying, but she didn't cry. നമ്മുടെ ടോട്ടോ-ചാൻ എന്തിനാണ് കരച്ചിൽ വന്നത്? നമുക്ക് നോക്കിയാലോ. She feared that if she did, Yasaki-chan might start crying too. നമ്മുടെ ടോട്ടോ-ചാൻ കരഞ്ഞാൽ യാസോക്കി-ചാനും കരയുമോ എന്ന് ടോട്ടോ-ചാൻ ഭയപ്പെട്ടു. അതുകൊണ്ടാണ് നമ്മുടെ ടോട്ടോ-ചാൻ കരയാതിരുന്നത്. Do you understand?
we go next paragraph. All of you ready? Yes. If any grown-ups had seen the scene, they would have let out a scream. But Yasuki-chan trusted Toto-chan completely. Toto-chan was risking her life for him. With her tiny hands clutching his, she pulled with all her might. From time to time, a large cloud would mercifully protect them from the blistering sun. At last, the two stood face to face on the tree. Brushing her damp hair back, Toto-chan bowed politely to him and said, "Welcome to my tree." Yasuki-chan leaned against the trunk, smiling rather bashfully, and said, "May I come in?" If any grown-up had seen the scene, they would have let out a scream. ടോട്ടോ-ചാൻ നമ്മുടെ യാസുക്കി-ചാനെ മരത്തിന്റെ മുകളിലേക്ക് വലിച്ചു കയറ്റി. But Yasuki-chan trusted Toto-chan completely. നമ്മുടെ യാസുക്കി-ചാന് ടോട്ടോ-ചാനെ പൂർണ്ണ വിശ്വാസമായിരുന്നു. അതുകൊണ്ട് തന്നെ യാസുക്കി-chan മരത്തിന്റെ മുകളിൽ എത്തും എന്ന വിശ്വാസം നമ്മുടെ യാസുക്കി-chan ഉണ്ടായിരുന്നു. Toto-chan was risking her life for him. ടോട്ടോ-chan യാസുക്കി-chane മരത്തിന്റെ മുകളിലേക്ക് കയറ്റാനായി ശ്രമിക്കുകയാണ്. ടോട്ടോ-chan എന്തിനാണ് ഇത്രയും വലിയ റിസ്ക് എടുക്കുന്നത്? നമുക്കറിയാം, യാസുക്കി-chante വലിയ ആഗ്രഹം എന്താണ്? മരത്തിന്റെ മുകളിൽ കയറി എല്ലാ കാഴ്ചകളും കാണണം എന്നുള്ളതാണ്, അല്ലേ? With her tiny hands clutching his, she pulled with all her might. ടോട്ടോ-chan അവന്റെ ചെറിയ കൈകൾ കൊണ്ട് യാസുക്കി-chane മുഴുവൻ ശക്തിയും എടുത്ത് മരത്തിന്റെ മുകളിലേക്ക് വലിച്ചു കയറ്റി. From time to time, a large cloud would mercifully protect them from the blistering sun. കഠിനമായ വേനൽ ചൂടായിരുന്നു എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചല്ലേ? ഒരു വലിയ കാർമേഘം അവരെ സൂര്യപ്രകാശത്തിൽ നിന്നും സംരക്ഷിച്ചുകൊണ്ടിരുന്നു. At last, the two stood face to face on the tree. അങ്ങനെ അവസാനം നമ്മുടെ കൊച്ചു ടോട്ടോ-ചാനും യാസുക്കി-ചാനും മരത്തിന്റെ മുകളിലെത്തി. മരത്തിന്റെ മുകളിലെത്തിയ ശേഷം ഇരുവരും മുഖത്തോട് മുഖം നോക്കി നിന്നു. Brushing her damp hair back, Toto-chan bowed politely to him and said, "Welcome to my tree." ടോട്ടോ-chan മുടിയിഴകൾ പുറകിലേക്ക് ഒതുക്കി വെച്ചുകൊണ്ട് യാസുക്കി-ചാനോട് പറഞ്ഞു, "വെൽക്കം ടു മൈ ട്രീ." എന്റെ മരത്തിലേക്ക് സ്വാഗതം. അവസാനം അവർ രണ്ടുപേരും മരത്തിനു മുകളിലെത്തി. Yasuki-chan leaned against the trunk, smiling rather bashfully, and said, "May I come in?" നമ്മുടെ യാസുക്കി-chan ശിഖരത്തിന് താഴെ കുനിഞ്ഞുകൊണ്ട് നാണത്തോടെ കൊച്ചു ടോട്ടോ-ചാനോട് പറഞ്ഞു, "May I come in?" ഞാൻ വന്നോട്ടെ. അങ്ങനെ നമ്മുടെ യാസുക്കി-chaനും ടോട്ടോ-ചാനും മരത്തിനു മുകളിലെത്തി. അങ്ങനെ നമ്മുടെ യാസുക്കി-chante ആഗ്രഹം സഫലമായി. നമ്മുടെ കൊച്ചു ടോട്ടോ തന്റെ പോളിയോ ബാധിച്ച സുഹൃത്തായ യാസുക്കി-chane മരത്തിലേക്ക് കയറാൻ സഹായിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. മരത്തിന്റെ മുകളിലെ കാഴ്ചകൾ കാണാൻ സഹായിച്ചു. Do you like this story? Okay. May I ask a
the questions. Question number 1. Toto was risking her life for Yasuaki-chan. What does this tell us about Toto-chan? നമ്മുടെ ഈ കഥയിൽ ടോട്ടോ-ചാൻ തന്റെ ജീവൻ പണയപ്പെടുത്തി. ഈ കഥയിൽ ടോട്ടോ-ചാന്റെ ജീവിതത്തെ കുറിച്ച് എന്താണ് പറയുന്നത്? നമുക്ക് നോക്കിയാലോ. ടോട്ടോ-ചാൻ is a model for us to help others. നമ്മുടെ ടോട്ടോ-ചാൻ മറ്റുള്ളവരെ സഹായിക്കാൻ മനസ്സുള്ള മാതൃകയായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 2. How did the cloud help them? എങ്ങനെയാണ് കാർമേഘം ടോട്ടോ-ചാനെയും യാസുക്കി-ചാനെയും സഹായിച്ചത്? നോക്കിയാലോ. The clouds mercifully protected them from the blistering sun. ഇടയ്ക്കിടയ്ക്ക് കാർമേഘം വന്ന് കത്തി നിൽക്കുന്ന സൂര്യനിൽ നിന്നും ടോട്ടോ-ചാനെയും യാസുക്കി-ചാനെയും സംരക്ഷിച്ചു. I will give some activities. Activity number 1. Toto's diary. Like all other children at Tomo, I too have a tree of my own. Yesterday, Yasuaki-chan invited to climb my tree. It was really a pleasant experience. Yasuaki-chan was thrilled. He was waiting for me when I reached the school. I pulled out a ladder from the shed near school, but Yasuaki-chan cannot climb it. Then I brought stepladder. Then Yasuaki-chan could climb to the top of the ladder, but he is not able to climb onto the tree. I pulled him onto the tree. We sat on the fork of the tree. We talked for a long time. Yasuaki-chan tell me about television. He said that we could watch sumo wrestling in that box. But how can a sumo wrestler a small box get into? Is Yasuaki-chan telling a lie? No, he is my best friend. He don't tell a lie, especially to me. Edit the passage and rewrite. നമ്മൾ ടോട്ടോ-ചാന്റെ ഡയറി വായിച്ചല്ലോ. അതിൽ കുറേ തെറ്റുകളുണ്ട്. അവയെല്ലാം തിരുത്തി എല്ലാ കുട്ടികളും ടീച്ചർക്ക് സെൻഡ് ചെയ്യണേ. Now I am going to wind up the class. Let us meet again on your next class. Thank you.